ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അഞ്ജന വന്നിട്ട് പരാതി പറയുകയാണ്. അതായത് ഭൂമിയും അജയും തമ്മിൽ അടിപിടി കൂടുന്നത് കണ്ട് അതിഷ്ടപ്പെടാതെ അഞ്ജന വന്നിട്ട് സത്യൻ്റെ അടുത്ത് പരാതി പറയുകയാണ്. ഏതോ ഒരു അൺനോൺ ലേഡി വന്നിട്ട് അജയിനെ വഴക്ക് പറയുന്നു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെയും വഴക്ക് പറഞ്ഞു. വലിയച്ഛൻ അതൊന്ന് വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് സത്യനെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ സത്യൻ വിചാരിക്കുന്നത് അഞ്ജന പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് സത്യൻ അവളുടെ കൂടെ പോകും. അങ്ങനെ വീടിൻ്റെ ഉമ്മർത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ അൺനോൺ ലേഡി എന്ന് പറയുന്നത് ഭൂമിയാണ്. സത്യൻ ഭൂമിയെ കണ്ടിട്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. സത്യനത് ഭൂമിയെ കണ്ടപ്പോൾ ഒരു ലാളനയും സ്നേഹവും ഇഷ്ടവും എല്ലാം കൂടി വരുന്നുണ്ട്. ഈ രക്തത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഭൂമിയെ കണ്ടപ്പോൾ സത്യൻ ഭൂമി എന്ന് പറഞ്ഞ് ഭൂമിയുടെ അടുത്തേക്ക് പോവുകയാണ്. മോളെ അപ്പോൾ ഭൂമി ചോദിക്കും, സാറെന്താ ഇവിടെ? ഓ, ഇതാണ് എൻ്റെ വീട്. അപ്പോൾ CI സാറിൻ്റെ ആരാ? അതെൻ്റെ പെങ്ങളുടെ മകനാണ്. അപ്പോൾ ഭൂമിക്ക് അയ്യത്തടാന്നാവും കേട്ടോ. കാരണം ഈ CI സാറിനെ കുറിച്ചിട്ടാണ് സത്യൻ്റെ അടുത്ത് ഭൂമി കുറേ കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞത്. ആളൊരു ചൂടനാണ്, മുരടനാണെന്നൊക്കെ. അപ്പോൾ സത്യം ചോദിക്കുക, ഭൂമിജ എന്നല്ലേ മോളുടെ പേര്? അതെ അങ്കിൾ. ശരി. ഞാൻ ക്രിമിനോളജിയിൽ വാക്കൻസി ഉണ്ടെന്ന് പത്രത്തിൽ വായിച്ചിരുന്നല്ലോ. മോൾ അപ്ലൈ ചെയ്തോ? PSC എന്തായി? PSC എഴുതലൊക്കെ എന്തായി? ഓ അതോ, ഞാനിപ്പോൾ അതൊക്കെ തൽക്കാലം വിട്ടു. അതെന്താ വിട്ടു എന്നൊക്കെ പറയുന്നത്? കാര്യമായി ശ്രമിച്ചാൽ എന്തായാലും ഗവൺമെൻറ് സർവീസിൽ കയറാം. അതല്ല സാർ, എൻ്റെ അച്ഛന് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിലാകെ ഡൗൺ ആയി. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടു എന്ന് പറയും. അപ്പോൾ പറയും, അതൊന്നും അങ്ങനെ വിടാൻ പാടില്ല, മോൾ എന്തായാലും തീർച്ചയായും ശ്രമിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ സാർ എന്നാൽ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഭൂമി തലയിൽ കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സത്യൻ അനുഗ്രഹിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ അഞ്ജനയ്ക്ക് ആകെ ദേഷ്യം പിടിച്ചു. അഞ്ജന ഇനി അടുത്തത് പോണത് ആൽഫ്രഡിൻ്റെ അടുത്തേക്കാണ്. അതായത് അജയിൻ്റെ ഫ്രണ്ട് ആൽഫ്രഡിൻ്റെ അടുത്ത് പോയിട്ട് പറയും, ദേ ഒരു പെണ്ണ് വന്നിട്ട് എന്നെ കുറേ അജയിനെ കുറേ വഴക്ക് പറഞ്ഞു. അത് ചോദിക്കാൻ നീ ഒന്ന് പോയി ചോദിക്കുമോ ആൽഫ്രഡ് എന്ന് ചോദിക്കും. അപ്പോൾ ആൽഫ്രഡ് പറയും, പിന്നെന്താ, ഞാൻ പോയി ചോദിക്കാതെ എവിടെ നിയമം തെറ്റിക്കുന്നോ അല്ലെങ്കിൽ എവിടെ നെഗറ്റീവ് കണ്ടോ ഞാൻ പോയി ചോദിച്ചിരിക്കും. ഞാനൊരു വക്കീലാണെന്ന് പറഞ്ഞ് ആൽഫ്രഡ് ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഭൂമിയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഭൂമിയെ കണ്ടപ്പോൾ ആൽഫ്രഡ് ചോദിക്കും, ഭൂമി എന്താണ്, പഴയ തരികിടകളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഭൂമി ചിരിച്ച് മറുപടി പറയും, തരികിടകളൊക്കെ നടക്കുന്നുണ്ട്, തരികിടകൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഭൂമി നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ആൽഫ്രഡ് തിരിച്ചു ചോദിക്കും. സാറിന് ഉദ്ദേശിച്ചിട്ടില്ല, സാറ് ജെന്റിൽമാൻ അല്ലേ, സാറിന് ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. പിന്നെയാണ് ആൽഫ്രഡിനെ ഓർമ്മ വരിക, അഞ്ജന പറഞ്ഞിട്ട് ഭൂമിയെ വഴക്ക് പറയാനാണല്ലോ യഥാർത്ഥത്തിൽ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആൽഫ്രഡ് അവിടെ നിന്ന് മുങ്ങും. അപ്പോൾ മുങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നാലെ അഞ്ജന വന്നിട്ട് ചോദിക്കും, എന്താ എന്താ ആൽഫ്രഡ് മുങ്ങിയത്? അവളെന്താ വഴക്ക് പറയാഞ്ഞത്? അപ്പോൾ ആൽഫ്രഡ് രക്ഷപ്പെടാൻ വേണ്ടി പറയും, അത് ഭൂമിയാണ്, അവളെ അങ്ങനെ വഴക്ക് പറയാൻ പറ്റുമെന്നില്ല, കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ആൽഫ്രഡ് ഉദ്ദേശിച്ചത് ഭൂമി ഇത്തിരി പ്രശ്നക്കാരിയാണെന്നാണ്. പക്ഷെ അഞ്ജന ചിന്തിക്കുന്നത് വേറെ തരത്തിലാണ്. അഞ്ജന തിരിച്ചു ചോദിക്കും, അതെന്താ, അജയും ഭൂമിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, വല്ല അഫയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം ആൽഫ്രഡ് ആലോചിക്കും, ഞാനൊരു വക്കീലിനെന്നോളെ പറയാം. ഉണ്ട് എന്ന് പറയുമ്പോൾ ഭൂമിയും അജയും തമ്മിൽ പിരിയാൻ പറ്റാത്ത സ്നേഹത്തിലാണ്, കുറേ കാലങ്ങളായിട്ടുള്ള സ്നേഹമാണ്, അതാണ് എന്ന് പറയും. അത് കേട്ടപ്പോൾ അഞ്ജനയ്ക്ക് എന്താണ് ഈ പറയുന്നത്, ഇവർ തമ്മിൽ പ്രേമോ എന്ന് വിചാരിച്ച അഞ്ജനാകെ ദേഷ്യവും ടെൻഷനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സംഗീതയും ഭൂമിയും തമ്മിൽ കാണുന്നത്. അപ്പോൾ സംഗീതയെ കണ്ടപ്പോൾ സംഗീത മാഡം എന്നാ പറഞ്ഞിട്ട് ഭൂമി സംസാരിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ സംഗീത പറയും, മാഡം ഒന്നും വിളിക്കേണ്ട, ആൻറ്റി എന്ന് വിളിച്ചാൽ മതി. പിന്നെ മോള് കഴിഞ്ഞ അമ്പലത്തിൽ ഉണ്ടാക്കി കൊടുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ നല്ല രുചിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സംഗീത സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. അപ്പം മുത്തശ്ശി വരുന്ന വഴിക്ക് നമ്മുടെ അഞ്ജനയും ഭവാനിയും കാണുന്നുണ്ട്. അപ്പോൾ അഞ്ജനേനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് മുത്തശ്ശി ഭവാനിയുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഇവളുടെ അടുത്ത് സാരി ഉടുത്ത് വരണമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ചൂടാവുകയാണ്. മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അഞ്ജന ഒരു ഫ്രോക്കാണ്, ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പൂജ നടക്കുന്ന ദിവസമല്ലേ, ലക്ഷ്മി പൂജ നടക്കുന്ന ദിവസത്തിൽ ഒരു ട്രഡീഷണൽ സാരി ഉടുത്ത് കാണണമെന്ന് മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി അതുകൊണ്ടാണ് ഭവാനിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞയച്ചതും. പക്ഷേ അഞ്ജനയ്ക്ക് ഇങ്ങനത്തെ സാരി തീരെ ഇഷ്ടമല്ല, അവൾ വൃത്തികെട്ട വേഷമെന്നാണ് സാരിയെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ മുത്തശ്ശിയും അവളുടെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ടിട്ട്
ഭൂമി അപ്പോഴാണ് ഭൂമിയെ കാണുന്നത്. ഭൂമിയുടെ അടുത്തോട്ട് പോകും. ഭൂമി കണ്ടപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഭൂമി കാല് തൊട്ട് നെറുകയിൽ വയ്ക്കണം. അപ്പോൾ നന്നായി ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി പറയും, ഞാൻ ഈ വീട് സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് തവണ കണ്ട പോലെ തോന്നുന്നു ഈ വീട്. ശരിക്കും ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്, പക്ഷെ എനിക്കിങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ തോന്നുന്നില്ല, സ്വപ്നത്തിലൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പം മുത്തശ്ശി പറയും, അങ്ങനെ സ്വപ്നത്തിലൊന്നും ഒരുപാട് കാണാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ, ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ കളിയാക്കണം. കൂട്ടത്തിൽ മുത്തശ്ശി ഒരു കാര്യം കൂടി പറയും, മോളൊരു കാര്യം ചെയ്യൂ, ഇവിടുത്തെ പൂജയ്ക്ക് നിൽക്കൂ, ലക്ഷ്മി പൂജയാണ്, നല്ലതാണെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, ലക്ഷ്മി പൂജയ്ക്ക് വീട്ടുകാർ മാത്രമല്ലേ പറ്റുള്ളൂ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നെ വീട്ടുകാരിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു, നീ ഇവിടെ നിൽക്ക് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അഞ്ജനയും ഭവാനിയും തമ്മിൽ കുശുകുശുക്കുന്നുണ്ട്. അഞ്ജന ചോദിക്കും, എന്താ അമ്മ ആ പെണ്ണിനെ എല്ലാവർക്കും ഇത്ര ഇഷ്ടം എന്ന് പറയണം. അപ്പോൾ ഭവാനി പറയും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്താണ് സാരി ഉടുത്ത് നിൽക്കാൻ, ഇപ്പം മുത്തശ്ശിയുടെ വഴക്ക് കേട്ടില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, പിന്നെ അവരുടെ ഇഷ്ടത്തിനാണല്ലോ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ പൂജ തുടങ്ങുകയാണ്. പൂജ തുടങ്ങുമ്പോൾ പൂജാരി ആദ്യം പറയുന്നത്, ഞാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് തരണം എന്നാണ്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമ്മ പറയും, അതിന് നമ്മുടെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവർ ചെയ്തോളുമെന്ന്. അതായത് വീട്ടിൽ സഹായിക്കാൻ ഒരു ജോലിക്കാരി ഉണ്ട്, അവർ ചെയ്തോളുമെന്ന്. അങ്ങനെ പൂജാരി പറയും, അവരോട് പറയും ആദ്യം പോയിട്ടൊരു ഹാരം എടുക്കും. അങ്ങനെ അവർ ഹാരം എടുക്കാൻ പോകും. ഇതേ സമയം നമ്മുടെ പൂജയിൽ അഞ്ജനയും ഭവാനി നിൽക്കുന്നുണ്ട്. അഞ്ജന പറയും, അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അമ്മേ, ഞാൻ അവൻ്റെ അടുത്ത് പോയിരിക്കട്ടെ. ഭവാനി പറയും, നീ പോയിരുന്നോ. അങ്ങനെ അവർ പോയി, അവളവിടെ പോയിട്ട് അജയൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അജയൻ്റെ കൈയൊക്കെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് സൗഭാഗ്യം എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോഴേക്കും അവൻ ചേച്ചി ഹാരം എടുത്തിട്ട് വരും. അപ്പം പൂജാരി ചോദിക്കും, ഒരു ഹാരമല്ലല്ലോ 2 ഹാരം വേണ്ടേ, കാരണം സംഗീതയ്ക്കും ഭർത്താവിനും അങ്ങോട്ട് പരസ്പരം അണിയാനുള്ള ഹാരങ്ങളാണ്, അപ്പോൾ 2 ഹാരം വേണമെന്ന്. അപ്പോൾ ആ ഒരു ഹാരം കൂടി എടുക്കാൻ വേണ്ടി ആ ചേച്ചി പോവും. പിന്നെ വീണ്ടും ഇതേപോലെ അയാൾ പൂജാരി ഓരോന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചീനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ അജയ് പറയുന്ന ഞാനും കൂടി പോയിട്ട് എടുക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ അഞ്ജന അത് സമ്മതിക്കില്ല. അഞ്ജന അജയൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ പിടിക്കും, അജയനെ നീക്കാൻ സമ്മതിക്കാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്കും സത്യനൊക്കെ ഒരു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം വീട്ടിലെ ഒരു കാര്യത്തിന് അവൻ ഇറങ്ങി തിരിക്കുമ്പോൾ അവനെ മുടക്കുന്ന പോലെ ആയിട്ടാണ് ഇവർക്ക് എല്ലാവർക്കും തോന്നിയത്. അപ്പോൾ അവരിങ്ങനെ ഒരു മനസ്സിലൊരു അനിഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതേ സമയം നമ്മുടെ ഭൂമി വന്നിട്ട് പറയും, ഞാൻ എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ ചേച്ചീനെയും കൂട്ടിയിട്ട് ഭൂമിയും ആ ചേച്ചിയും കൂടി പോയിട്ട് കളഭം, പിന്നെ പൂജയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഓരോന്നായിട്ട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ സൗഭാഗ്യമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു കുട്ടി, അതായത് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ചെയ്ത പോലെ സൗഭാഗ്യമ്മയ്ക്ക് ഫീൽ ചെയ്യും. കൂട്ടത്തിൽ സംഗീതയ്ക്കും ഇഷ്ടമാവുന്നുണ്ട്. സംഗീതയുടെ ഭർത്താവും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അജയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഭൂമിയെ. കാരണം ഭൂമി അജയ് വിചാരിച്ച പോലെ ഭൂമി അത്ര പ്രശ്നക്കാരിയല്ല എന്നുള്ളൊരു തോന്നൽ അജയിൻ്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭൂമിക്ക് ഓർമ്മ വരിക, പൂജയ്ക്ക് നേദിക്കാനുള്ള ഒരു പായസം എത്തിയിട്ടില്ലല്ലോ, ആ പായസം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയക്കാന്നാണല്ലോ അമ്മ പറഞ്ഞത്. അച്ഛനാണെങ്കിൽ ഇത്ര നേരമായിട്ട് കാണുന്നുമില്ല. അപ്പോൾ ഭൂമി എന്ത് ചെയ്യും, അമ്മയെ ഫോൺ ചെയ്യും. അമ്മയെ ഫോൺ ചെയ്യുമ്പോൾ അമ്മ പറയും, അച്ഛൻ കുറച്ച് നേരമായാലും ഇവിടെ നിന്ന് പോന്നിട്ട് അങ്ങോട്ട് എത്തിയില്ലേ മോളെ. ഇല്ല അമ്മ, എങ്ങോട്ട് എത്തിയിട്ടില്ല. നീ പേടിക്കണ്ട മോളെ, ഇപ്പം എത്താറായിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അവൾ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അവൾ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ ഈ വീടിൻ്റെ മുൻപിൽ എത്തുന്നുണ്ട്, ഗേറ്റിൻ്റെ മുൻപിലെത്തി. അപ്പോൾ ഗേറ്റ് കണ്ടു. അപ്പോൾ ഗേറ്റ് തുറന്നു നോക്കിയപ്പോൾ വലിയൊരു വീട്. അപ്പോൾ ഇത്രയും വലിയ വീടുണ്ട്. അപ്പോൾ അച്യുതൻ അങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. വളരെ വലിയൊരു വീട് എന്ന് പറഞ്ഞ് അച്യുതൻ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണുള്ളതെന്ന് വൈകുന്നേരം പ്രമോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രമോ ഒക്കെ നേരത്തെ തന്നെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്